ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ സംസ്ഥാനം. വലിയ രാഷ്ട്രീയ പോർവിളികൾക്കും വിപ്ലവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മമതയുടെ സ്വന്തം ബംഗാൾ. ആ ബംഗാൾ ഇപ്പോൾ രണ്ടാകാൻ പോകുന്നു. നോർത്ത് ബംഗാളും പശ്ചിമ ബംഗാളും. ബംഗാളിലെ ജിയോ പൊളിറ്റിക്സിനെ അളന്നു മുറിച്ചുകൊണ്ടുള്ള വിഭജനം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിഭജനമെന്ന ആവശ്യം ബംഗാളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. എന്നാൽ വിഭജന ശബ്ദമുയരുമ്പോഴെല്ലാം അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ മമത ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ശബ്ദത്തിന് കരുത്തേറി. നിരന്തരമായി ബംഗാൾ വിഭജനം ആവശ്യപ്പെട്ടിരുന്ന നാഗേന്ദ്ര റോയ് എന്ന ആനന്ദ് മഹാരാജ് ഇന്ന് രാജ്യസഭാ MP ആണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട BJPക്ക് ഈ ആവശ്യം അതുകൊണ്ട് തന്നെ തഴയാനുമാകില്ല. കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ആനന്ദ് മഹാരാജിനെ അകറ്റാനാകില്ല. രണ്ട്, പാതി ബംഗാളിനെ സ്വന്തമാക്കാൻ ലഭിക്കുന്ന സുവർണാവസരം. ലോക്സഭാ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ബംഗാളിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ 42. അതിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ സ്വന്തമാക്കിയത് 29 സീറ്റുകൾ. BJPക്ക് ലഭിച്ചത് 12. കോൺഗ്രസിനാണെങ്കിൽ ആകെ 1 സീറ്റും. ഇനി ഭൂമിശാസ്ത്രപരമായി ഒന്നുകൂടി വിശകലനം ചെയ്താൽ നോർത്ത് ബംഗാളിൽ ആകെയുള്ളത് 8 സീറ്റുകൾ. ആ 8 സീറ്റുകളിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 6 എണ്ണം. 2019 തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്താൽ ആ 8 സീറ്റിൽ BJP സ്വന്തമാക്കിയത് 7 സീറ്റുകൾ. അതായത് BJPയുടെ ശക്തി കേന്ദ്രമാണ് നോർത്ത് ബംഗാൾ എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇനി പശ്ചിമ ബംഗാളിലേക്ക് വന്നാൽ BJPയുടെ സാന്നിധ്യം വളരെ കുറവാണ്. എന്നാൽ അതേസമയം തൃണമൂൽ കോൺഗ്രസ് ആധിപത്യം ഏറെയുമാണ്. അതുകൊണ്ട് തന്നെ ബംഗാളിലാകെ ആധിപത്യം ഉറപ്പിക്കുക എന്നതിനേക്കാൾ BJPക്ക് നല്ലത് ശക്തി കേന്ദ്രമായ പാതി ബംഗാളിനെ കൈയടക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആനന്ദ് മഹാരാജിന്റെ ആവശ്യം അംഗീകരിച്ചാൽ BJPക്ക് രണ്ടുണ്ട് ഗുണം. ബംഗാൾ വിഭജനത്തിൽ ആനന്ദ് മഹാരാജിന്റെ വാദം വികസനം കൂടുതൽ എളുപ്പത്തിലെത്തിക്കാനാകുമെന്നതാണ്. മാത്രമല്ല കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള പരിഗണനയും ലഭിക്കും. എന്നാൽ തന്നാൽ കഴിയും വിധത്തിലെല്ലാം തന്നെ ആ വിഭജനത്തെ എതിർക്കുമെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുടെ നിലപാട്. ഒരു വിഭജനത്തിന്റെ ക്ഷീണം ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരു വിഭജനത്തിലേക്ക് ബംഗാളിനെ തള്ളിവിടില്ല എന്നുള്ളത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വാദം. 1905 ബംഗാളിന്റെ ആദ്യ വിഭജനം. മുസ്ലിം മതവിഭാഗക്കാർ കൂടുതലുള്ള കിഴക്കൻ ബംഗാളും ഹിന്ദുമത വിശ്വാസികൾ കൂടുതലുള്ള പശ്ചിമ ബംഗാളും. പിന്നീട് 1911 ജോർജ് അഞ്ചാമൻ രാജാവ് ബംഗാളിനെ ഒന്നിപ്പിക്കുകയായിരുന്നു. അതായത് ആ വിഭജനം റദ്ദ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ ബംഗാൾ ജനതയ്ക്ക് എളുപ്പമൊന്നും മറക്കാനാകില്ല. വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ വീണ്ടും പശ്ചിമ ബംഗാളിൽ വിഭജനം എന്ന വാക്ക് മുഴങ്ങിക്കേൾക്കുമ്പോൾ സർക്കാരിന്റെ സമ്മതമുണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിലെ തീരുമാനം. ആനന്ദ് മഹാരാജ് കാലങ്ങളായി ഉന്നയിക്കുന്നതാണ് ഈ വിഭജനത്തിന്റെ ആവശ്യം. ഒന്നുകിൽ ഒരു പ്രത്യേക സംസ്ഥാനം വേണം, അതുമല്ലെങ്കിൽ ഒരു കേന്ദ്ര ഭരണ പ്രദേശമെങ്കിലും രൂപീകരിക്കണം. അദ്ദേഹത്തിന്റെ ഈ ആവശ്യത്തിന് BJP സർക്കാരിന്റെ അഥവാ കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ആദ്യമേ ലഭിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് തന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന ചിന്ത ആനന്ദ് മഹാരാജിൽ ഉടലെടുത്തു. എന്നാൽ ഈ രാഷ്ട്രീയ നീക്കത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മമതാ ബാനർജി കരുനീക്കം നടത്തി. മമതയുടെയും ആനന്ദിന്റെയും കൂടിക്കാഴ്ച പുതിയ അഭ്യൂഹങ്ങൾക്ക് തിരിതെളിച്ചു. ആനന്ദ് മഹാരാജ് തൃണമൂലിലേക്ക് പോകുന്നു എന്ന വാർത്ത ശക്തമായി. ഇത് BJP ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീടാണ് BJP ടിക്കറ്റിൽ ആനന്ദ് മഹാരാജിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നത്. ശേഷം ആനന്ദിന്റെ ആഗ്രഹത്തെ പിന്തുണയ്ക്കുന്നതും ആനന്ദുമായുള്ള കലഹം സുഖകരമാകില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. ആനന്ദിനെ കൂടെ നിർത്തുന്നതിലൂടെ വടക്കൻ ബംഗാളിനെ വലിയ ശക്തി കേന്ദ്രമാക്കി മാറ്റാൻ BJPക്ക് സാധിക്കുമെന്നതുകൊണ്ടും ബംഗാളിനെ മുഴുവനോടെ കിട്ടിയില്ലെങ്കിലും പാതി ബംഗാളിനെയെങ്കിലും സ്വന്തമാക്കാൻ BJPക്ക് കഴിയുമെന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ബംഗാളിലെ തെക്കൻ മേഖലയിലെ ആദിവാസികൾ തങ്ങൾക്ക് സ്വന്തമായൊരു സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കാലങ്ങളായി. ഈ ആവശ്യത്തെ BJP ആദ്യം അനുകൂലിച്ചിരുന്നെങ്കിലും പിന്നീട് BJPയും സൗമിത്ര ഖാനും പിന്മാറുകയായിരുന്നു. എന്നാൽ വടക്കൻ ബംഗാളിന്റെ വിഭജനം പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആദിവാസികൾ നിരന്തരം ആവശ്യപ്പെടുന്ന ദക്ഷിണ ബംഗാളിന്റെ കൂടെ വിഭജനം നടത്താമെന്നാണ് കേന്ദ്ര തീരുമാനം. അങ്ങനെയെങ്കിൽ കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ആവശ്യം നടത്തിക്കൊടുത്തു എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ദക്ഷിണ ബംഗാളും BJPക്ക് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കും. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനാണ് ബംഗാൾ വിഭജനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വടക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളിൽ നിന്ന് വേർതിരിക്കുന്നതിലൂടെ BJPക്ക് വടക്കൻ ബംഗാളിൽ കൂടുതൽ ആധിപത്യം ഉറപ്പിക്കാനും സ്വന്തമായൊരു സംസ്ഥാനം രൂപീകരിച്ചെടുക്കാനും സാധ്യമാകും. പുതിയ തെക്കൻ ബംഗാളിലേക്കും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുമാകും.
എന്നാൽ ഒരു വിഭജനം സംഭവിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ BJP തകരും. തൃണമൂൽ കോൺഗ്രസിന് ആധിപത്യവും വർദ്ധിക്കും. തെരഞ്ഞെടുപ്പ് ആരവങ്ങൾക്ക് ശേഷം ബംഗാളിൽ വീണ്ടും രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമാകുമ്പോൾ BJPയുടെ കരുത്തനായ MP ആനന്ദ് മഹാരാജിനെതിരെ ഒറ്റയ്ക്ക് പടപൊരുതാനാകുമോ മമതയ്ക്ക് എന്ന് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.